ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ നെഞ്ചിൻ കൂടിനുള്ളിൽ ഒരു ഉപകരണം കുടുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ രോഗിയുടെ ബന്ധു, സുമയുടെ ബന്ധു ഷബീർ ഉണ്ട്. ഷബീർ, ഇത് 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് ഈ DMOയ്ക്ക് പരാതി നൽകിയപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? അന്ന് 2 വർഷം മുമ്പ് ഇത് പരാതി കൊടുത്തില്ല. 2 വർഷത്തിന് ശേഷം ഒരു പനി, അതായത് കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു പനി വന്നു. ആ പനി വന്നതിന് ശേഷം ജലദോഷവും പിന്നെ അത് ശ്വാസം മുട്ടലും ഇങ്ങനെയൊക്കെ മാറി മാറി വന്ന് കുറയാത്ത സാഹചര്യം വന്നപ്പോൾ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു എക്സ്റേ എടുത്തപ്പോഴാണ് നമ്മളിത് അറിയണത്. അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ സുമയുടെ അമ്മയും സുമയാണ് ഇത് ആദ്യം മുതൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നും പുറത്ത് പറയില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞ ശേഷം ഞാൻ ഡോക്ടറെ വിളിക്കുകയും ആ ഡോക്ടറെ വിളിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഇത് എല്ലാം അറിയുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. ഡോക്ടറിന് ഇത് മുൻകൂട്ടി അറിയായിരുന്നു, ഇത് വേറെ പ്രശ്നമില്ല, നിസ്സാരം തന്നെയാണ്, അത് നമുക്ക് വേറെ ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന രീതിയൊക്കെയാണ് ഡോക്ടർ അവരിൽ പറഞ്ഞു വിട്ടതെന്ന് എന്റെ പറഞ്ഞത്. പക്ഷെ നിലവിൽ ഡോക്ടറിന് വലിയൊരു വീഴ്ച പറ്റിയായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ ഇതില് ഡോക്ടർ ഇത് ഒഴിഞ്ഞു മാറിയാണ്. അവസാന ഘട്ടത്തിൽ ഇത് ഞാനല്ല, സർജൻ ഡോക്ടർ ഞാനാണ്, പക്ഷെ ഇത് അനശ്യേസ് ഡോക്ടർ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ഡോക്ടറുടെ ഭാഗത്തുനിന്ന്. ഗൈഡ് വയർ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ്? ഇത് തൈറോയിഡ് ഓപ്പറേഷൻ നടന്ന സമയത്ത് ഗൈഡ് വയർ സെൻട്രൽ ലൈൻ ഇടുന്നതിന് വേണ്ടി അവർ ചെയ്തെന്നാണെന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഇത് 2-3 അഭിപ്രായം ഡോക്ടർ പറഞ്ഞു. അതായത് നമ്മളെ ഈ പറഞ്ഞ ഓപ്പറേഷൻ സമയത്ത് അതിനുശേഷം ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ട് ബ്ലഡ് പെട്ടെന്ന് പമ്പ് ചെയ്യുന്നതിന് വേണ്ടി തുടയിൽ നിന്നും ഇത് ഇട്ടതാണ്, ഇതാണ് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞു. പക്ഷെ രണ്ടാമത് ഇത് പല ഡോക്ടർമാരെ കാണുമ്പോഴും ഡോക്ടർമാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയല്ല, ഇത് തൈറോയ്ഡ് ഓപ്പറേഷൻ സമയം നടന്നതാണെന്ന് പുറത്തുള്ള പല ഡോക്ടർമാരെ നമുക്ക് കണ്ടപ്പോഴും പറഞ്ഞതാണ്. അപ്പൊ ഇത് ഡോക്ടർ ഇത് അറിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് പുറത്ത് ഇത് വൈറലാവില്ല എന്നൊരു വിചാരം കൊണ്ട് ഈ പറഞ്ഞ സുമയുടെ അമ്മയും സുമയെ പറഞ്ഞ് ഇത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോവുകയാണ് കഴിഞ്ഞ നാളിൽ നടന്നത്. ശരി, നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയാണോ? നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുന്ന നിയമപരമായിട്ട് നീതി നേടുന്നു. നീതി എന്ന് കിട്ടും അതുവരെയും നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ ഇതിൽ ഇടപെടുക തന്നെ ചെയ്യും. പിന്നെ ഇതിൽ സുമയ്ക്ക് നീതി വേണം. സുമയുടെ ഓപ്പറേഷൻ, അതായത് നിലവിൽ ഈ ഉള്ള സംഗതി എടുക്കാൻ എവിടെയാണ് വിദഗ്ധ ഡോക്ടർമാരുള്ളത്, എവിടെയാണ് ഹോസ്പിറ്റലിൽ, അവിടെ ചികിത്സിക്കാനും അത് എത്ര ലക്ഷം രൂപ ആയിരുന്നാലും അതിന്റെ നഷ്ടപരിഹാരം നിലവിൽ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ സർക്കാരും ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത്.